ആ അത് ഈ സ്പിരിറ്റ് മുഴുവനോട് കൊണ്ടുവരുന്നതാണ്. ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലിറ്റർ സ്പിരിറ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കാതെ സ്പിരിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചത്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം 100 കോടി രൂപ ചിലവാക്കുന്നുണ്ട്. കടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം 100 കോടി രൂപ ചിലവാക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ 100 കോടി ഉറുപ്പികയുടെ കടത്ത് ചെലവില്ലാതാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ 650 ആൾക്ക് ജോലിയും കിട്ടും. ഒരു 2000-ലധികം ആളുകൾക്ക് അനുബന്ധമായിട്ട് ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയെല്ലാം സാധ്യതയുള്ളതാണ്. മാത്രമല്ല പിന്നെ ഇത് വന്നാൽ ഭയങ്കരമായ രീതിയിൽ യൂത്ത് കോൺഗ്രസും എന്തൊക്കെയാണ് പറയുന്നത്, ഭയങ്കരമായിട്ട് മദ്യം ഇവിടെ നിന്നൊരു തുള്ളി മദ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. അഥവാ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗം സ്പിരിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഇവിടെ നിന്ന് മദ്യം ഉണ്ടാവില്ല. മദ്യം ഉണ്ടാക്കണമെങ്കിൽ വേറെ സംവിധാനം ഉണ്ടല്ലോ ഗവൺമെന്റിന്. അതുമാത്രമല്ല, വിതരണം ചെയ്യുന്നത് മുഴുവൻ ബീവറേജ് കോർപ്പറേഷനല്ലേ. ഈ കേരളത്തിൽ വേറെ എവിടെന്നെങ്കിലും മദ്യം വിതരണം ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ ഗവൺമെന്റിന് മാത്രമേ മദ്യം വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ആ മദ്യ വിതരണത്തിൽ ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. വിൽപ്പനശാലകൾ ഇവിടെ കേരളത്തിൽ 309 കേരളത്തിൽ. അത് കർണാടകത്തിൽ 3980. കോൺഗ്രസ് ആണല്ലോ. 3980 നോട്ട് ചെയ്ത് വെക്ക്. നിങ്ങൾ നോട്ട് ചെയ്യണ്ടല്ലോ, ഇതര നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇരിക്കോ 309 കേരളത്തിലും 3980 കർണാടകത്തിലും. തമിഴ്നാടിൻ്റെ കണക്കുണ്ട്. ഞാൻ ഇപ്പം തമിഴ്നാടിൻ്റെ കണക്ക് പറയുന്നില്ല. കാരണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ 3780 ഈ വിൽപ്പന കേന്ദ്രങ്ങളാണുള്ളത്. ഇനി ഒരു കണക്കും കൂടി, 2012-13 ഇവിടെ കേരളത്തിൽ ആകെ 241.78 ലക്ഷം കേസാണ് ഉപയോഗിച്ചത് ഒരു വർഷം. അത് 2021-22 ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. 181.03 ലക്ഷം കേസേ ഉപയോഗിച്ചിട്ടുള്ളൂ. 10 കൊല്ലത്തിനിടയിൽ നല്ല രീതിയിൽ കുറയായത്, വലിയ രീതിയിൽ കുറയായത്. അതുകൊണ്ട് ഒഴുക്കുകയാണെന്ന് ഈ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കണക്കുമില്ലാണ്ട് വെറുതെ പറയുന്നതിനോടൊന്നും നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. കുറയാണ് ചെയ്തതെന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. കടത്തുകൂലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഏതാണ്ട് 100 കോടി രൂപ അതിൻ്റെ ഭാഗമായിട്ട് കാര്യം ലാഭം കിട്ടും, നമുക്ക് ലാഭം കിട്ടും. പിന്നെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വേറെ ഒരു കാര്യവും ഇതിൻ്റെ പിന്നിലില്ല. മാത്രമല്ല, ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ പിന്നിൽ ഫലപ്രദമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന അവരുടെ സെറ്റായിരിക്കും. ഞാനിപ്പോൾ ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല, അഴിമതിയൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ അതില്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിക്കാൻ 100 കോടി രൂപ വേണം ഞാൻ പറഞ്ഞില്ലേ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് ലോബിയുടെ നല്ല പിന്തുണ ഈ വിഭാഗത്തിനുണ്ടാവാം. ഞാൻ അത്രയും ഇപ്പം പറയുന്നുള്ളൂ, ഉണ്ടാവാം. പക്ഷെ എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത്? കേരളത്തിൽ വേണ്ടത്ര മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നയപരമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതിൽ എന്തിനാ എതിർക്കേണ്ട കാര്യം? എന്താ ഉള്ളത്? ഞാൻ അഴിമതി ആരോപണം ഞാൻ അതൊക്കെ വെറുതെ പറയാണെന്ന്. ഇത് വെറുതെ പറയുന്നല്ലാണ്ട് എന്തെങ്കിലും കാര്യത്തിൽ പറയുന്നതാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ തെളിവില്ല, അതുകൊണ്ടല്ലേ ഞാൻ മറ്റേ പറയാത്തത്. ഏതാണ്ട് 10 കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ട്. 10 കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന ലോബി എവിടെയാണെന്ന് അറിയാലോ. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞാൽ ആ ടീമിന്റെ പണി പോയില്ലേ? കോടാനുകോടി രൂപയില്ലേ? ഞാൻ പറയുന്നില്ല, അതുകൂടി ആവാം. ഞാൻ അങ്ങനെ കൊടുക്കണം. മനസ്സിലായി പറഞ്ഞാൽ മതി. ഞാൻ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെയോ BJP-കാർ പറയുന്ന പോലെയോ അഴിമതി ആരോടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അതുകൂടി ഇതിന്റെ പിന്നിലുണ്ടാവാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരും എതിർപ്പ് എന്നുള്ളതല്ല, ഗവൺമെന്റ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും. ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ, ജലചൂഷണം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അതിന്റെ ഉറച്ച വിശ്വാസം. ഞാൻ വേണമെങ്കിൽ OS കമ്പനിയായിട്ട് ചർച്ച ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള എത്ര വെള്ളം വേണോ ആ വെള്ളം മുഴുവൻ മഴവെള്ള സംഭരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാക്കാം, പാലക്കാട് ഉണ്ടാക്കാം. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് വരുമ്പോൾ വിസ്മയ പാർക്ക് ഉണ്ടായാൽ പിന്നെ കുടിവെള്ളം മുട്ടി എന്ന് പറഞ്ഞവന്റെ മുമ്പിലാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴവെള്ള സംഭരണി ഉണ്ടാക്കിയത്.